ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഒരു ദോശയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണിത്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഇവിടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശക്കുള്ള മാവ് ഞാൻ തലേന്ന് അരച്ച് വെച്ചതാണ്. അത് ഞാൻ 1 കപ്പ് പച്ചരിയും 1 കപ്പ് റേഷൻ ചാക്കരിയും 1/4 കപ്പ് ഉഴുന്നും കൂടിയാണ് അരച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനാവശ്യമായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം ചെറുതായി അരിഞ്ഞത്, വേപ്പില, പിന്നെ കുറച്ച് മല്ലിയില. ദോശക്കായിട്ടുള്ള തേങ്ങാ ചട്നി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങയും കുറച്ച് മല്ലിയിലും 3 കഷ്ണം ഉള്ളിയും ഒരു ചെറിയ ഇഞ്ചി 3 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ദോശയ്ക്ക് ടൊമാറ്റോ ചട്നി വേണം. അതിന് 3 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതും ഒരു 4-5 കഷ്ണം ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു 5 ടീസ്പൂൺ നെയ്യും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ടൊമാറ്റോ ചട്നി റെഡിയാക്കി വെക്കാം, ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള. അപ്പോൾ അതിലോട്ട് മിക്സിൻ്റെ ജാറിലോട്ട് ഞാൻ ഇവിടെ തക്കാളിയും ഉള്ളിയും ഉപ്പും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ ഈ ചട്നി റെഡിയാക്കാൻ വേണ്ടിയാണ് എടുത്ത് വെച്ചത്. അപ്പോൾ ഇതും കൂടെ എല്ലാം കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് തേങ്ങാ ചട്നി റെഡിയാക്കി എടുക്കാം. അതിന് മിക്സിൻ്റെ ജാറിലോട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളി, തേങ്ങ, മല്ലിയില, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇത് അരച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശ ചുടാൻ തുടങ്ങാം. ഞാൻ അതിനായിട്ട് ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് എല്ലായിടവും ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ദോശമാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ പൊക്കത്തോട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള കുറച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ മുന്നേ കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി പൗഡർ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്, കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ആ ടൊമാറ്റോ ചട്നി 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെക്കണം. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മളിത് തുറന്ന് ഇതെല്ലായിടവും ഒന്ന് ഇതുപോലെ തൂത്ത് കൊടുക്കണം. ഇതുപോലെ എല്ലായിടവും ഒന്ന് തൂത്ത് കൊടുത്ത് നമ്മളിതൊന്ന് മൊരിഞ്ഞ് എടുക്കുന്നതിന് ഒരു ഗോൾഡൻ കളർ വരുന്നത് ഒരു 2 മിനിറ്റോളം നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ദോശ ഇവിടെ നല്ലപോലെ മൊരിഞ്ഞ് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് എടുക്കാം. നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ സൈഡൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ദോശ ഇവിടെ റെഡിയായി. നമുക്കിതെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ദോശയും ഇതുപോലെ തന്നെ ചുട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ സവാളയിൽ ഞാൻ കുറച്ച് ഉപ്പ് തിരുമ്മി വെച്ചായിരുന്നു കേട്ടോ. സവാളയിൽ മാത്രം ഞാൻ കുറച്ച് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തൂത്ത് കൊടുത്തിട്ട് നമ്മൾ 30 സെക്കൻഡോളം ഇങ്ങനെ മൂടി വെച്ചാൽ മതി. 30 സെക്കൻഡ് കഴിയുമ്പോൾ തുറന്നിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇത് ചൂടോടെ ആ ചട്നിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.